സർ, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കേരളത്തിൽ, ഞാൻ മൊത്തത്തിൽ രാജ്യത്തെ കാര്യമല്ല ചോദിക്കുന്നത്, കേരളത്തിൽ BJPയുടെ ഭാവി എന്തായിരിക്കും? കാരണം രണ്ട് സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, BJP ഈ പറഞ്ഞതുപോലെ നിരവധി സീറ്റുകൾ നേടി ഒരു നിയമസഭയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ അവിടെ നിന്നുള്ളൊരു വളർച്ചയാണ്. പതിവ് പോലെ BJP ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് BJPക്ക് ചില നഷ്ടങ്ങൾ സംഭവിച്ചാൽ, അങ്ങനെ എല്ലാ സീറ്റിലും സംഭവിക്കില്ല എങ്കിലും ഒരു സാധ്യത ഞാൻ പറയണം, സംഭവിച്ചാൽ ഇത് BJPക്ക് വലിയ നഷ്ടമുണ്ടാക്കില്ലേ? കാരണം കേരളത്തിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി BJPയാണ്. നമുക്ക് കണ്ണു അടച്ച് പറയാം. അതിനുശേഷം എന്തെങ്കിലും വളർച്ചയുണ്ടെങ്കിൽ അത് SDPIക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി CPMനാകട്ടെ കോൺഗ്രസ്സിനാകട്ടെ തളർച്ചയാണ്. അങ്ങനെ വളരുകയോ തളരുകയോ ചെയ്യാതെ മുന്നോട്ട് പോകുന്നൊരു പാർട്ടി മുസ്ലിം ലീഗാണ്. കേരള കോൺഗ്രസിൻ്റെ കാര്യം അങ്ങേക്ക് അറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ BJPയുടെ ഭാവി, പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖറിനെ പോലെ ഒരാൾ തലപ്പത്തേക്ക് കടന്നു വന്നതിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPയുടെ ഭാവി എന്തായിരിക്കും? ആ ചോദ്യത്തെ അത്ര പരിമിതമായിട്ട് കാണുന്നതിന് എനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും BJPയുടെ ഭാവിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവിയോ അല്ല വിഷയം. അവിടെ വിഷയമായിട്ട് വരുന്നത് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ, ഞാൻ ഭാഗമായ പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായിരുന്ന കേരളത്തിലെ അല്ല, അതെ, ഏറ്റവും പ്രമുഖനായ ഭീഷണാശാലിയായിരുന്ന പരമേശ്വർജി പറഞ്ഞൊരു വാചകമുള്ള പരമേശ്വർജി പറഞ്ഞൊരു വാചകമുണ്ട്. ഭാരതത്തിന് പുറത്താകുന്ന കേരളം അപകടകാരിയാണ്, കേരളമില്ലാത്ത ഭാരതം അപൂർണവുമാണ്. വളരെ അപൂർണവുമാണ്. സോറി, കറക്ഷന് നന്ദി. ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. എന്ന് പറഞ്ഞാൽ ഭാരതീയ ദേശീയതയുടെ മുഖ്യധാരയിൽ കേരളം ഉണ്ടാവണം. ഒഴിച്ചുകൂടാനാകാത്ത ഒരു പങ്കാണ് കേരളത്തിനുള്ളത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ. ആ തരത്തിൽ നിന്ന് ചിന്തിക്കുമ്പം ഭാരതീയ ദേശീയതയുടെ മുഖ്യധാരയിൽ നിന്ന് കേരളത്തെ പിടിച്ചു മാറ്റുന്നതിനുള്ള കൃത്യമായ പദ്ധതികളും പ്രവർത്തനങ്ങളും 47 തൊട്ട് തന്നെ EMSന്റെ കാഴ്ചപ്പാടുണ്ടായിരുന്നല്ലോ. അല്ലല്ല, ഭാരതത്തെ 16 കേരളം മലയാളികളുടെ നാട് പുസ്തകമുണ്ടല്ലോ, അങ്ങനെ മുറിച്ചു പോകണമെന്ന് ആഗ്രഹിച്ച, മലയാളികളുടെ പിതൃഭൂമി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മുറിക്കണമെന്ന് ആഗ്രഹിച്ച, ഭാരതത്തെ 17 മുറിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കഷണമായി കേരളവും മുറിക്കണം എന്നാഗ്രഹിച്ച EMS തൊട്ട കട്ടിംഗ് സൗത്ത് എന്ന് പറഞ്ഞ് സെമിനാർ നടത്തുന്നതിനും ഭാരതത്തിൻ്റെ ദക്ഷിണഭാഗത്തെ മുറിച്ചു മാറ്റുന്നതിന് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയും ചെയ്ത പിണറായി വിജയൻ്റെ കാലം വരെയും നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഭാരതീയ ദേശീയതയിൽ നിന്ന് കേരളത്തെ അകറ്റാനാണ്. ആ കാര്യത്തിന്, ആ പോക്കിന് മറുമരുന്ന് കൊടുക്കുന്ന, ഭാരതീയ ദേശീയതയിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ചിന്താധാരയ്ക്ക്, അത് ഭാരതീയ ജനതാ പാർട്ടി എന്ന് പേര് വന്നത് സ്വാഭാവികമെന്നോ അല്ലെങ്കിൽ യാദൃച്ഛികമെന്നോ അങ്ങേക്ക് പറയാം. അല്ല, അത് അതിൻ്റെ ജീനിൽ തന്നെ. അപ്പം ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയം, ഭാരതീയ ദേശീയതയുടെ രാഷ്ട്രീയം ആരെയും ഒരു മതവിഭാഗത്തെയും ഒരു പ്രത്യേക വിഭാഗത്തെയും പ്രീണിപ്പിക്കാതെ എല്ലാവർക്കും തുല്യ നീതി ഉറപ്പിക്കുന്ന രാഷ്ട്രീയം മുന്നോട്ട് പോകുമെന്ന എൻ്റെ ഉറച്ച വിശ്വാസം. ഞാനത് വെറുതെ പറയുന്നതല്ല. ഈ ഇലക്ഷൻ്റെ റിസൾട്ടിനൊക്കെ അപ്പുറമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലെ വിജയപ്രതീക്ഷ BJPക്കുമുണ്ട്, ഒപ്പം നിൽക്കുന്നവർക്കുമുണ്ട്. അതുപോലെ ആ ഭയം എതിരാളികൾക്കുമുണ്ട്, രാഹുലിനും പിണറായിക്കുമുണ്ട്. അതാണിപ്പോൾ അവർ തമ്മിൽ കാരണം അവിടെയാണ്. അതൊക്കെ അവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ലോകസഭാ അംഗം പോലും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ നിന്ന്, അതായത് ജനസംഘം കാലം, ഒരു പഞ്ചായത്ത് അംഗം പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ദേശീയ തലത്തിൽ, ഭാരതത്തിൻ്റെ ദേശീയ തലത്തിൽ ഭാരതീയ ജനസംഘവും ഭാരതീയ ജനതാ പാർട്ടിയൊക്കെ വളർന്നു വന്ന ഒരു വളർച്ചയുണ്ടല്ലോ,
സ്വാഭാവികമായ ഒരു വിദേശ ശക്തികളുടെയോ ഒരു സമ്പന്ന വിഭാഗത്തിൻ്റെയോ ഒന്നും പ്രത്യേകിച്ചൊരു പരിലാളനയും കിട്ടാതെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് സ്വാഭാവികമായും വളർന്നു വന്ന ആ ദേശീയതയുടെ ബോധ്യത്തിന് രാഷ്ട്രീയ സ്വഭാവം കൈവരിച്ച് ഭാരതം ഭരിക്കുന്ന അവസ്ഥയിലെത്തിയപ്പം കേരളവും പുറകിൽ വർദ്ധിക്കേണ്ട ആവശ്യമില്ല. കേരളം പുറകിലായിരുന്നില്ല താനും. 1947 അതിനുശേഷം ഓരോ ഘട്ടങ്ങളിലും ജനസംഘം ഉണ്ടായ 50-കൾ ഈ സമയത്തൊക്കെ ഇവിടെയും സ്വാഭാവികമായി വളർന്നു വന്നിട്ടുണ്ട്. ചിലരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് 2014 നരേന്ദ്രമോദി വന്ന ശേഷം, ഞാൻ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു കേട്ടതാ, വന്ന ശേഷം പല പാർട്ടിക്കകത്തുനിന്ന് പൊഴിഞ്ഞു വന്നവർ ചേർന്നാണ് ഇവിടെ BJPക്ക് നേതൃത്വം ഉണ്ടായത് പോലും. ശരിക്കും അപക്വമായ, അശാസ്ത്രീയമായ, അടിസ്ഥാനരഹിതമായ ഒരു വീക്ഷണമാണ്. അങ്ങനെയല്ല. ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയം, ജനസംഘത്തിൻ്റെ രാഷ്ട്രീയം 50-കൾ ആരംഭിച്ചിടത്താണ് വിമോചന സമരം പോലും അത് തെറ്റാണ്, പാടില്ല, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെതിരെ സമരം പാടില്ല, 356 പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ നീതിബോധമുണ്ടല്ലോ. ആ ശബ്ദം കേരളത്തിൽ ഉയർന്നിരുന്നു. സമരത്തിന് പിന്തുണ കൊടുത്തൊക്കെ വേറെ കാര്യം. അതിനുശേഷമോ പക്ഷെ എന്നാലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സംവിധാനത്തിലൂടെ വന്ന ഒരു ഗവൺമെന്റിനെ ഇങ്ങനെ അട്ടിമറിക്കുന്നത് ശരിയല്ല എന്ന ശക്തമായ നിലപാട് ജനസംഘത്തിന്. ഗുരുജി ഗോൾവർക്കറും വീര സവർക്കറുടെ നിലപാടാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ചിന്ത ഭാരതത്തിലുണ്ടായിരുന്നു, അതിൻ്റെ പ്രതിഫലനം കേരളത്തിലുണ്ടായിരുന്നു. രണ്ടാമത്, അതിനുശേഷം അടിയന്തരാവസ്ഥ വന്നു. 2014 ശേഷമല്ലല്ലോ അടിയന്തരാവസ്ഥ ഉണ്ടായത്. അതിനും ഏതാണ്ട് 45 അടിയന്തരാവസ്ഥക്കെതിരെയുള്ള സമരത്തിന് ഭാരതത്തിലെ മറ്റൊരു സംസ്ഥാനത്തും നടന്നതിനേക്കാൾ കുറവ് അടിച്ചമർത്തലല്ല കേരളത്തിലുണ്ടായത്. കൊടും ക്രൂരതയാണ് സഖാവ് അച്യുതമേനോന്റെ ഗവൺമെന്റ് സോവിയറ്റ് യൂണിയന്റെ വിധേയത്വം പാലിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ അടിയന്തരാവസ്ഥയ്ക്കൊപ്പമായിരുന്നു. ആ അച്യുതമേനോൻ ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റ് കേരളത്തിൽ അടിയന്തരാവസ്ഥയുടെ പേര് നടത്തിയത് കൊടും ക്രൂരതയായിരുന്നു. അതിന് നേരിട്ടത് ആരാ? ജനസംഘം പ്രവർത്തകർ. കെ രാമൻപിള്ള സാറിനെയും ഒ രാജഗോപാൽജിയെയും ഒക്കെ പോലെയുള്ള ജനസംഘ, പി പരമേശ്വരജി, ജനസംഘത്തിൻ്റെ പ്രവർത്തകരാണ് അതിന് പ്രതിരോധം തീർത്തത്. വേണ്ട, അതിനു മുമ്പ് ദീനദയാൽ ഉപാധ്യായെ ഭാരതീയ ജനസംഘത്തിൻ്റെ അധ്യക്ഷനാക്കിയ സമ്മേളനം നടന്നത് കോഴിക്കോടാണ്. അതിന് റേഷനരി പോലും കൊടുക്കാൻ തയ്യാറാവാതിരുന്നത് അരി സംഘടിപ്പിച്ചതിന്റെ കാരണമൊക്കെ പറഞ്ഞു കേട്ടു. ചരിത്രമാണ്. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നവർ അരിയും കൊണ്ടുവരണം. ആ നിയമസൊക്കെ പറഞ്ഞു ഈ പരിപ്പുള്ള വേഗം അന്ന് പരിപ്പ് വേവെന്ന് കാണിച്ചു. അടിയന്തരാവസ്ഥക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് ഭയപ്പെട്ട് പിന്മാറിയ, ജയിലിൽ നിന്ന് പ്രത്യേക അനുവാദം വാങ്ങി പുറത്തിറങ്ങിയ EMS പോലും പിന്നീട് അടിയന്തരാവസ്ഥക്കെതിരെ മിണ്ടാതിരുന്നപ്പം ശക്തമായിട്ട് ഇന്ദിരയുടെ ഫാസിസ്റ്റ് നയത്തിനെതിരെ പോരാടിയത് കേരളത്തിൽ ഞാൻ പറഞ്ഞ രാമപിള്ള സാറും ഒ രാജഗോപാൽജിയും പി പരമേശ്വരജിയും ഒക്കെ അടങ്ങുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്. സംഘം ഭാരതീയ ജനസംഘം. അല്ല, അന്ന് AK ഗോപാലൻ പോലും അതിനെക്കുറിച്ച് പറഞ്ഞത്. അതും ഞാൻ ഒരു സെക്കൻഡ്, അതും കഴിഞ്ഞിട്ടാണ് വാജ്പേയിയുടെ ഇലക്ഷന് ശേഷം PC തോമസ് മൂവാറ്റുപുഴയിൽ നിന്ന് ജയിച്ചിട്ട് വന്നത് 2004. ഇതെല്ലാം കഴിഞ്ഞാണ് 2014 ഈ അവസരം വന്നത്. പിന്നെ അത് പറയുന്നവർക്കൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് പറയുമ്പം പല ചിന്തകളൊക്കെ ഉണ്ട്. അല്ല സാർ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ 2014 മുമ്പ് 2014 ശേഷം എന്ന് പറഞ്ഞ് നമ്മൾ നരേന്ദ്രമോദിയുടെ വരവിനെ ഇതുമായിട്ട് താരതമ്യം ചെയ്താൽ, അല്ലെങ്കിൽ ഇതുമായിട്ട് കൂട്ടിയോജിപ്പിച്ചാൽ BJPയുടെ ഒരു വളർച്ചയും ഭാവിയും നമുക്ക് ആ തരത്തിൽ ചിന്തിക്കാം. അതൊരു സ്വാഭാവിക പ്രശ്നമാണല്ലോ. അത് കേരളത്തിൽ മാത്രമല്ല. അല്ല, അങ്ങനെ ഒന്ന് കണ്ടാൽ ഞാൻ പറയാം, കേരളത്തിലെ മാത്രമല്ല, ഭാരതത്തിലെ മൊത്തം, ഇന്ത്യയിൽ മൊത്തം. കാരണം അന്ന് വരെ കൂട്ടിയിരുന്നത്
മോദിയെ കാമ്പയിൻ്റെ ചുമതല ഏൽപ്പിക്കുന്ന ഘട്ടം വരെ കണക്ക് കൂട്ടിയിരുന്നത് അന്നുണ്ടായിരുന്ന ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതൃത്വം ഒരു 160 സീറ്റ് കിട്ടും, അതെ, ബാക്കി സീറ്റ് മുന്നണികൾക്ക് ഒപ്പിക്കണം. ഈ തരത്തിലുള്ള രാഷ്ട്രീയ കണക്കുകൂട്ടലാണ് നടത്തിയത്. അങ്ങനെയാണ് മുന്നണി ഉണ്ടാക്കി വന്നത്. അതിലാണ് അവിടെയായിട്ട് നരേന്ദ്രമോദി വന്നപ്പോഴാണ് മാറ്റം വന്നത്. ചിലരൊക്കെ മുന്നണി വിട്ടുപോയി. ആ മാറ്റം കൃത്യമായ ഗുജറാത്ത് മോഡല് ഉയർത്തിക്കാണിച്ച മാറ്റത്തിൻ്റെ ഭാഗമായിരുന്നു. മാത്രമല്ല, നരേന്ദ്രമോദി സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി എന്ന് പറയുന്നത് കെട്ടിയിറക്കപ്പെട്ട നേതാവല്ല. സ്വാഭാവികമായും അടിത്തട്ടിൽ നിന്ന്, സംഘശാഖയിൽ നിന്ന് പ്രചാരകനായി വന്ന സംഘം രാഷ്ട്രീയത്തിനുള്ള സംഭാവന നരേന്ദ്രമോദി. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് 29 അമേരിക്കൻ സ്റ്റേറ്റുകൾ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. 29 അമേരിക്കൻ സ്റ്റേറ്റുകൾ സന്ദർശിച്ചു എന്ന് ഈ വർഷം ആദ്യം അദ്ദേഹം ഒരു പ്രസംഗത്തിൽ സന്ദർഭവശാൽ പറഞ്ഞു. അപ്പോൾ സംഘം തന്നെ, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തന്നെ നരേന്ദ്രമോദിക്ക് അക്കാലത്ത് തന്നെ ഒരു വലിയ റോള് കണ്ടുവച്ചിരുന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അടിയന്തരാവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ. അതും പോരാഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഭാരതത്തിൽ ഒരു സംഘപ്രചാരകനെ നടന്ന കാലത്ത് അദ്ദേഹം പോയിട്ടില്ലാത്ത ഒരു താലൂക്ക് പോലും കാണുകയില്ല. എന്നിട്ടിപ്പം വേറെ ചിലരൊക്കെ, ഞാൻ ഇവിടുന്ന് കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ ജോഡോ യാത്ര നടത്തി പറയുന്നുണ്ട്. അപ്പം പറഞ്ഞു വന്ന വിഷയം അതല്ല, നമ്മൾ കേരളത്തെ സാധ്യതയല്ലേ പറഞ്ഞത്. നമുക്ക് ഈ 2014 അത് അവിടെ നിൽക്കട്ടെ. ഭാരതത്തിന്റെ കേരളത്തിലെ സാധ്യത പറയുമ്പോൾ BJPയുടെ കേരളത്തിലെ ഭാവി, ഈ ഭാവി എന്ന് പറയുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും മോദിക്ക് ശേഷം വലിയ ഉണർവുണ്ടായി. രാജു ചന്ദ്രശേഖർ വന്നപ്പം കാര്യമായ വളർച്ച ഉണ്ടാവുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കാണുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ഒന്നും അർത്ഥം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അത് കാലങ്ങളായ പരിശ്രമവും രാജു ചന്ദ്രശേഖരുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ഇന്നലകളിലെ BJP പ്രസിഡന്റന്മാര്, ഭാരവാഹികള്, പ്രവർത്തകര്, ഇവരെല്ലാം ഈ വളർച്ചയ്ക്ക് സംഭാവന ചെയ്തവരാ. തൽക്കാലം എവിടെ നിന്നെങ്കിലുമൊക്കെ റിട്ടയർമെൻറ്റിന് ശേഷമോ പാർട്ടി മാറി വരുന്നവരൊക്കെ ഈ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വരുന്നതും അവർ 2 കൈയും കിട്ടി സ്വീകരിക്കണം. അല്ല, അത് വേണ്ടതാണ്. അതാണ് സകാരാത്മകമായ ഒരു സമീപനം. ചലനാത്മകമായ ഡൈനാമിക്കായ ഒരു ഓർഗനൈസേഷൻ്റെ സകാരാത്മകമായ സമീപനം അതാണ്. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം ഞാൻ എടുത്തു പറയുക, ഇതിനൊക്കെ നന്ദി പറയേണ്ടത് സംഘത്തിൻ്റെയും BJPയുടെയും പേരിൽ കൊല്ലപ്പെട്ട ബലിദാനികൾക്കാണ്. അത് നരേന്ദ്രമോദി പാർലമെന്റ് ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞപ്പം അവിടെ അദ്ദേഹം പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിന്റെ ശ്രേയസ് പോകുന്നത് കേരളത്തിലെ ബലിദാനികൾക്കാണ്. മോദിജിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. 2 കൂട്ടരുടെ കാര്യം, കേരളത്തിലെ ബലിദാനികളുടെ കാര്യം BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തോട് ചേർന്ന് പറഞ്ഞതും മോദിജിയാണ്. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പങ്കിനെ കുറിച്ച് ലാൽക്കിലയിൽ നിന്ന് 2020-ലോ 2021-ലോ ആണ്, 20-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ വർഷം ഓഗസ്റ്റ് 15 പ്രസംഗത്തിന് അദ്ദേഹം പറഞ്ഞ ഒരു വാചകം എന്താണെന്നറിയുമോ? ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്ത ശ്രീനാരായണ ഗുരു, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവരുടെ സംഭാവനകളെ സ്മരിക്കുന്നു എന്ന് പറഞ്ഞു. ഓർക്കണം, വിവേകാനന്ദനും മുമ്പാണ് ഗുരുദേവൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ കേരളത്തിൻ്റെ ആധ്യാത്മിക രംഗത്തെയും ആ രംഗത്തുള്ള ഗുരുദേവൻ്റെ സംഭാവനയാണെങ്കിലും പിന്നീട് BJPയുടെ വളർച്ചയ്ക്ക് ബലിദാനികളുടെ സംഭാവനയും ഇതെല്ലാം സമഗ്രമായി ഉൾക്കൊള്ളുന്ന ഒരു ഉൾക്കാഴ്ചയുള്ള നേതൃത്വം ഇരിക്കുമ്പം നേരത്തെ തൊട്ട് ത്യാഗം ചെയ്ത് കൂടെയുള്ളവരെയും
ഇപ്പം കൂടെ വന്നവരെല്ലാം കൂട്ടിക്കൊണ്ട് ബംഗാളിൽ 3 സീറ്റ് ഇട്ടെടുത്ത് 77 എന്ന് പറഞ്ഞില്ലേ, ഉവ്വ്. ഭരണം പിടിക്കാൻ പോകുമെന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ പോലെ, ത്രിപുരയിൽ 0-ൽ നിന്നാണ് ഭരണത്തിലേക്ക് എന്ന് പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഞാനൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു 15 സീറ്റ്, 10-നും 15-നും ഇടയ്ക്ക് BJPക്കും ദേശീയ മുന്നണിക്കും. അത് കഴിയുമ്പം 2031 ആകുമ്പം ഒരു ക്വാണ്ടം ജമ്പ് കേരളത്തിൻ്റെ ഭരണകൂടം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു സന്ദർഭം ആ സാഹചര്യത്തിൽ വരുമെന്നുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിനിടയ്ക്ക് മറ്റ് വിഷയങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, സംഘടനാപരമായ സ്വാഭാവികമാണ്. ഒരു ജനാധിപത്യ സംഘടനാപരമായ സംവിധാനത്തിൽ പ്രശ്നങ്ങളുണ്ടാവാം. പ്രവർത്തിക്കുമ്പോൾ അതൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടാവും. പിന്നെ തനി രാഷ്ട്രീയക്കാരൻ്റെ പ്രവർത്തനത്തിന് ശൈലി ഉണ്ടാവണമെന്നില്ല. ഒരു തൊഴിലായിട്ട് രാഷ്ട്രീയം സ്വീകരിക്കും. BJP തന്നെ പറയുന്നത് ഞങ്ങൾ വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ്. അപ്പോൾ ആ സ്വാഭാവികമാണ് വ്യത്യസ്തതയ്ക്ക് ഭാരതത്തിൽ അംഗീകാരം കിട്ടും. കേരളത്തിൽ തീർച്ചയായിട്ടും കേരളത്തിൽ കിട്ടുമെന്ന് തന്നെയാണ്. അതായത് അടുത്ത ലോക്സഭാ ഇലക്ഷൻ വരുമ്പം അസംബ്ലി 2031 2029 ആ ഇലക്ഷൻ വരുമ്പം 30 സീറ്റ് അവിടെ ഉണ്ടാവാൻ സാധ്യത. കാരണം വനിതകൾക്ക് വേണ്ടി ഒരു സംവരണം വരുന്നു, ഡീലിമിറ്റേഷൻ ഡീലിമിറ്റേഷൻ വരുന്നു. 2 കാര്യങ്ങളും ഉണ്ട്. 30 സീറ്റിൽ ഒരു 10 സീറ്റ് BJPയുടെ പക്ഷത്തുനിന്ന് ഉണ്ടാകാൻ ദേശീയ ജനാധിപത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന സാഹചര്യം സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും BJPക്ക് ഒരു ശോഭനമായ ഭാവി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.